ഓൺലൈൻ ഡിഗ്രിയെ പറ്റി ഒരുപാട് സംശയങ്ങളാണ് കുട്ടികൾ ഞങ്ങളോട് ചോദിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലുള്ള മോഡ് ഓഫ് സ്റ്റഡീസ് എന്താണ്, സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്താണ്, അത് എന്തിനു വേണ്ടി എടുക്കുന്നതെന്നൊക്കെ കൃത്യമായി ഈ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ത്യയിൽ ഇന്ന് നിലവിൽ 3 തരത്തിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകളാണ് ഉള്ളത്. 1 റെഗുലർ ഡിഗ്രി, 2 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, 3 ഓൺലൈൻ ഡിഗ്രി. റെഗുലർ ഡിഗ്രിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു, കോളേജിൽ നിന്ന് തന്നെ പഠിക്കുന്നു, അവിടെ നിന്ന് തന്നെ പരീക്ഷ എഴുതി പാസ്സാവുന്നു. രണ്ടാമത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. യൂണിവേഴ്സിറ്റി കോൺടാക്ട് ക്ലാസ് സംഘടിപ്പിക്കുന്ന ആ സമയങ്ങളിൽ മാത്രമേ നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടതുള്ളൂ. പരീക്ഷ എഴുതേണ്ടതും അതായത് സ്റ്റഡി സെൻറ്റേഴ്സിൽ വെച്ചാണ്. പണ്ട് കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈയിടെയായി ഗവൺമെൻറ് ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവരുടെ ടെറിട്ടറിയിൽ മാത്രമേ ഈ തരത്തിലുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് സംഘടിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെറിട്ടറിയുടെ അണ്ടറിലാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഇവിടെ സ്റ്റഡി സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എനിക്ക് അവിടെ പോയി മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കൂ. പക്ഷേ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി നമുക്ക് കരസ്ഥമാക്കാം. ഉദാഹരണത്തിന് എനിക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി നേടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എൻറോൾ ചെയ്യാം. അവരുടെ കോൺടാക്ട് ക്ലാസ്സിൽ അവിടെ പോയിട്ട് എനിക്ക് പങ്കെടുക്കാം. അവിടെ പോയി പരീക്ഷ എഴുതി എനിക്ക് പാസ്സാവാം. പക്ഷെ പലപ്പോഴും ഈ കോൺടാക്ട് ക്ലാസ്സിൻ്റെ ഒരു കാര്യം, ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളും കോൺടാക്ട് ക്ലാസ് സംഘടിപ്പിക്കുന്നത് എക്സാം അടുപ്പിച്ചിട്ടാണ്. കുട്ടികൾക്ക് പലപ്പോഴും പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല എന്നൊരു ന്യൂനത ഇതിനുണ്ട്. മൂന്നാമത്തത് ഓൺലൈൻ ഡിഗ്രി. വീട്ടിലിരുന്ന് എൻറോൾ ചെയ്ത് വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതി പാസ്സാവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഓൺലൈൻ ഡിഗ്രിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതത് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് നടത്തുന്ന ലൈവ് ക്ലാസ്സുകളും അതല്ല ലൈവ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് സെഷൻസുമാണ് ഈ മോഡ് ഓഫ് സ്റ്റഡി വഴി യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പലർക്കും പഠനം മുടങ്ങിയിട്ടുണ്ടാവാം. ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ജോലി ചെയ്യുന്നത് കൊണ്ട് ഡിഗ്രിയോ PG ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു രീതിയാണ് ഓൺലൈൻ ഡിഗ്രി. അടുത്തത് ഇതിൻ്റെ വാലിഡിറ്റിയെ പറ്റിയാണ്. റെഗുലർ കോഴ്സിൻ്റെ വാലിഡിറ്റിയെ പറ്റി നമ്മൾക്ക് ആർക്കും സംശയം വരാനില്ല. കാരണം കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണിത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രിയും ഓൺലൈൻ ഡിഗ്രിയും റെഗുലർ ഡിഗ്രിക്കും ഇന്ന് ഇന്ത്യയിൽ ഒരേ വാലിഡിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോഴോ നമ്മൾ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലും നമ്മളെ മാറ്റി നിർത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈക്വൽ പ്രയോറിറ്റിയാണ് മൂന്നിനും. പക്ഷേ നമ്മുടെ ചില രാജ്യങ്ങളിൽ, ഇന്ത്യക്ക് പുറത്തുള്ള ചില രാജ്യങ്ങൾ ഇപ്പോഴും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെയോ അല്ലെങ്കിൽ ഓൺലൈൻ ഡിഗ്രിയോ അംഗീകരിച്ചിട്ടില്ല. ഉദാഹരണത്തിന് സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഡിഗ്രി എടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി ഒരു ബോധ്യം കൊണ്ടാണ് നമ്മൾ ഡിഗ്രി എടുക്കേണ്ടത്. നമ്മൾ വെറുതെ ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ള ആവശ്യമാണെങ്കിൽ തീർച്ചയായും നമ്മളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വഴി പോകാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾക്ക് നാളെ ആ ഒരു ഡിഗ്രി കൊണ്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അപ്ലൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പോകണമെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും റെഗുലർ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിന് ഓൺലൈൻ ഡിഗ്രി നടത്താനുള്ള അനുവാദമുണ്ട്, ഏതൊക്കെ കോഴ്സസിന് ഓൺലൈൻ ക്ലാസ്സസ് സംഘടിപ്പിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട്. കോഴ്സ് സംബന്ധിയായ എന്ത് സംശയങ്ങൾക്കും ഇതിൻ്റെ താഴെ തന്നിട്ടുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഈ ഓൺലൈൻ ഡിഗ്രി എന്താണ്, റെഗുലർ ഡിഗ്രി എന്താണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു PGയോ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എല്ലാവിധ വിജയാശംസകളും.